ഹായ് എവ്രിവൺ, എല്ലാവർക്കും പ്രപ്പോയ്സിന്റെ മറ്റൊരു യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി മിറാൻഡ ഹൗസിലെ ബി എക്കണോമിക്സ് ഓണേഴ്സ് സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആമിന അനുഷ് ആണ്. ആമിന അനുഷ് കോളേജിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആണ്. ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ആക്ടിവിറ്റീസ് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളും കൂടിയാണ് ആമിന. സോ ഞാൻ അധികം പറയുന്നില്ല, അവരുടെ വിശേഷങ്ങളൊക്കെ അവരെന്നെ സംസാരിക്കുന്നതായിരിക്കും. സോ സ്നേഹപൂർവ്വം ഞാൻ ആമിനയെ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ആമിന അനുഷ്. ഹായ് ആമിന. ഹലോ ഹലോ എവരിവൺ, ഞാൻ ആമിന. ഞാൻ മിറാണ്ട ഹൗസിലെ സെക്കൻഡ് ഇയർ എക്കണോമിക്സ് ഓണേഴ്സ് ചെയ്യാണ്. തുടങ്ങുവാണ് കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എക്കണോമിക്സ് ഓണേഴ്സിനെ പറ്റി പറയാം. അത് കഴിഞ്ഞിട്ട് കോളേജ് അതുപോലെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസസും അങ്ങനെ. അത് കഴിഞ്ഞിട്ട് എന്റെ CUT പ്രിപ്പറേഷനിലോട്ട് പോവാം. ഞാൻ ആക്ച്വലി ഞാൻ എന്റെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. എനിക്ക് 10th കഴിഞ്ഞപ്പോഴേ ഹ്യൂമാനിറ്റീസ് ആർട്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ സ്കൂളില് നമുക്ക് മാത്സ് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്സ് ഇമ്പോർട്ടന്റ് ആണ്. +2 എക്കണോമിക്സ് ഓണേഴ്സ് എടുക്കണമെങ്കിൽ യു ഹാവ് മാത്സ് വേണം. മാത്സ് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ സയൻസിലോട്ടായി. പിന്നെ എക്കണോമിക്സ് ഓണേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്കണോമിക്സ് ഓണേഴ്സിന് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് കോഴ്സ് ആണ്. കുറച്ച് ഹാർഡ് ആണ്. കാരണം കുറെ മാത്സ് ഇൻവോൾവ് ആണ് അതിൻ്റെ അകത്ത്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞാൻ തുടങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു, ഞാൻ എക്കണോമിക്സ് ആണോ പഠിക്കുന്നത്, ഞാൻ മാത്സ് ആണോ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയർ തന്നെ ഞങ്ങൾക്ക് 3 കോർ പേപ്പർ ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് 2 മാത്സ്, ഒന്ന് മാത്സ് ആയിരുന്നു, വേറെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. പിന്നെ മൂന്നാമതാണ് ഒരു എക്കണോമിക്സിന്റെ മൈക്രോ എക്കണോമിക്സ് പേപ്പർ വരുന്നത്. അങ്ങനെ കുറച്ച് ചാലഞ്ചിങ് ആണ്. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പറും കുറച്ചൊരു ചാലഞ്ചിങ് ആണ്. പക്ഷെ ആദ്യമേ നമ്മൾ നന്നായിട്ടൊന്ന് പഠിച്ചു തുടങ്ങിയാൽ കുഴപ്പമില്ല. മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇപ്പൊ നിങ്ങളിപ്പോ +1 ലെവലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അകത്ത് ഇപ്പൊ +1 കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ നന്നായിട്ട് ഇപ്പോഴേ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എക്കണോമിക്സിലോട്ട് വരുമ്പോഴത്തേക്കും. കാരണം ഫുൾ ഫസ്റ്റ് ഇയറില് മാത്സ് ഫുൾ തന്നെയായിരുന്നു, ഡിഫറൻസിയേഷൻ തന്നെയായിരുന്നു നമുക്ക്. അതുപോലെ തന്നെ ഇപ്പം +2 ലെവൽ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി എന്തുവാ എന്തിനാ ചെയ്യുന്നത് അങ്ങനെ മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറൻഷിയേറ്റ് എന്ന് പറഞ്ഞു തരാറില്ലല്ലോ, ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. പിന്നെ എക്കണോമിക്സ് എന്ന് പറയുവാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഇയർ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ മാത്സ് മൈക്രോ എക്കണോമിക്സ് ആയിരുന്നു. സെക്കൻഡ് ഇയർ വരുമ്പോഴത്തേക്കും മാത്സിന്റെ ഒരു ഇപ്പം ഞങ്ങളുടെ ബാച്ച് തുടങ്ങി ഒരു 3rd പേപ്പറും കൂടെ വന്നിട്ടുണ്ട്, അഡ്വാൻസ്ഡ് മാത്സ്. ഫസ്റ്റ് പരീക്ഷ ഞങ്ങൾ എഴുതിയതേ ഉള്ളൂ, പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത പേപ്പറാണ്. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്ററി മൈക്രോ എക്കണോമിക്സ്, അതായത് ഇന്റർമീഡിയറ്ററി മാക്രോ എക്കണോമിക്സ് വരുന്നു. പിന്നെ 3rd ഇയറിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് മാത്സ് പേപ്പർ കഴിയും, ബാക്കി ഫുൾ എക്കണോമിക്സ് എന്റെ തന്നെ ഗോൾഡ് പേപ്പറാണ് 3rd ഇയറിൽ വരുന്നത്. പിന്നെ ഫോർത്ത് ഇയർ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. 3rd ഇയർ അല്ലെങ്കിൽ 4th ഇയർ ആണല്ലോ നമ്മുടെ. അതിന്റെ സിലബസ് എനിക്ക് വലിയ ഷുവർ അല്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ നോക്കി ചോദിച്ചിട്ട് പറഞ്ഞേക്കാം. പിന്നെ എക്കണോമിക്സിലോട്ട് വരുമ്പോഴത്തേക്കും അത്രയ്ക്ക് എനിക്ക് എക്കണോമിക്സിനെ പറ്റി പറയാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ജനറൽ ആയിട്ട് അല്ലാതെ. പിന്നെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിനെ പറ്റി പറയാൻ ആണെങ്കിൽ മിറാണ്ട ഹൗസ് എന്ന് പറയുമ്പോൾ ഓൾ ഗേൾസ് കോളേജ് ആണ്. അതിൻ്റെതായ ഒരു വൈബ് ഉണ്ട്. പിന്നെ കോളേജ് കുറെ സെൽസ് ഉണ്ട്, കുറെ ക്ലബ്സ് പോലെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് കുറെ സെൽസ് ഉണ്ട്. ഇപ്പൊ ആർട്സിനാണെങ്കിൽ ഡാൻസ്, സോങ്, അതുപോലെ തന്നെ ഡ്രാമ, അങ്ങനെ സെൽസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ബുക്ക് റീഡിങ് സെൽസ്, അങ്ങനെ ബ്ലൂ ക്വിൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പോയസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാതെ സെൽസ്. അതുപോലെ തന്നെ വേറെ സോഷ്യൽ ഇതിനൊക്കെ ആണെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ, അല്ലെങ്കിൽ നിറയെ സെൽസ് ഉണ്ട് നമുക്ക്. ഓണ്ടർപ്രണർഷിപ്പ് സെൽ, ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഇനാക്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിറയെ ക്ലബ് ഉണ്ട്. അപ്പം നമ്മൾ ഇപ്പൊ ഏത് കോളേജിലാണെങ്കിലും നമ്മള് സ്റ്റഡീസ് അല്ലാതെ ഒരു എക്സ്ട്രാ കരിക്കുലർ എടുത്ത് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മൾ കോളേജ് ലെവലിലൊക്കെ പറയുമ്പോൾ നമ്മുടെ തന്നെ ഒരു എന്താ പറയാ പേഴ്സണൽ ഗ്രോത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആസ് ലോങ് ആസ്
എന്താ പറയാ നമ്മൾ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് ഫ്യൂച്ചറിലൊക്കെ. അപ്പൊ എപ്പോഴും ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്മൾ യു ഷുഡ് ബി എന്താ പറയാ പ്രസന്റ്. എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഫസ്റ്റ് കോളേജ് വന്നപ്പോഴത്തേക്കും നിറയെ സെല്ലുണ്ട്. എല്ലാവരും സർവർ ഫോംസ് നമുക്കിങ്ങനെ ഗൂഗിൾ ഫോംസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സെല്ല് നമ്മൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കുറെ സെൽസിന് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവര് സെല്ലിലോട്ട് എടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് പേരെ എടുക്കുള്ളൂ. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇന്റർവ്യൂക്ക് ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ ആകെ എന്തോ ഒരു സെല്ലിനെന്തോ ഞാൻ അപ്ലൈ ചെയ്തോളൂ. അത് പക്ഷെ പിന്നെ സെക്കൻഡ് ഇയർ എത്തിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വലിയ കാര്യമില്ല. കുറെ പേര് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇന്റർവ്യൂ അങ്ങനെ പേടിക്കേണ്ട ഒരു എന്താ പറയാ ഒരു സാധനമല്ല. അത് ജസ്റ്റ് അപ്പുറത്തിരിക്കുന്ന നമ്മൾ ഗെറ്റിംഗ് ടു നോ ആ ഒരു ഫേസ് അങ്ങനെ കണ്ടാ മതി. പിന്നെ പേടിച്ച് മാറണ്ട. അങ്ങനെ ഒരു എന്താ പറയാ ഒരു അണ്ടർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. കാരണം നമ്മളും ബാക്കി നമ്മുടെ കൂടെ ഉള്ളവരും അങ്ങനെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ലെവലിൽ തന്നെ ഉള്ളവരാണ്. നമ്മള് പേടിച്ച് മാറണ്ട അങ്ങനൊരു എന്താ പറയാ അങ്ങനൊരു അണ്ടർ കോൺഫിഡൻസ് വേണ്ട. അതാണ് എനിക്ക് ഫസ്റ്റില് പറ്റിയത്. ഇപ്പോഴും ഇന്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു പ്രശ്നമാണ്. അത് എന്റെ എക്സ്പീരിയൻസിന്ന് പറയുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഓൾ റൗണ്ടഡ് അപ്രോച്ച് ആണ്. ഇപ്പം കുറെ എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഡൽഹി വരെ വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും പറയുന്നതാണല്ലോ എക്സ്പോഷർ കിട്ടുമെന്ന്. അത് സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൂടെ വരുന്നത് ലൈക്ക് ഇന്ത്യയുടെ എല്ലാ കോൺട്രിയിലുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പം ഇപ്പൊ ഞാൻ മോസ്റ്റ്ലി ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഡൽഹിയിലെ തന്നെ പിള്ളേരൊക്കെ ഉണ്ടല്ലേ. ഡൽഹി അല്ലെങ്കിൽ അടുത്തുള്ള ഏരിയസിൽ നിന്നുള്ള പിള്ളേര് അവര് ഭയങ്കര ലൈക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. ഇപ്പൊ ഞാൻ എന്നെ വെച്ച് കമ്പയർ ആണ് പറയുന്നത്. അവര് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാ വരുന്നത്. ബിക്കോസ് കൊച്ചിലേ തൊട്ട് അവര് വെരി വെൽ ഗ്രൂംഡ് ആണ്. അവർക്ക് ലൈക്ക് സിവി ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് അവര്. ലൈക്ക് ഇന്ന ഇതിലെത്തണം. അവര് ഒരു 10ാം ക്ലാസ് തൊട്ടേ ഇങ്ങനെ ഇവിടെ എത്തണം, അവിടെ എത്തണം ഒരു എയിം ആയിട്ടാണ് അവര് വരുന്നത്. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മള് കൊച്ചിയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മള് ഫ്രഷ് ആയിട്ട് കോളേജിൽ കയറുന്നു. നമ്മള് ഇവരുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസില്ല. ഇവര് അവിടെ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ട്രെയിനിങ് എടുത്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ലൈക്ക് വേറെ ലെവൽ ഓഫ് എക്സ്പോഷർ ആണ് നമുക്ക് തരുന്നത്. അതുപോലെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യാനും. അതുപോലെ തന്നെ ട്രെയിനിങ് ആണെങ്കിലും നമ്മുടെ ചുറ്റും നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഇപ്പൊ നമുക്ക് കോളേജിൽ തന്നെ നമുക്കൊരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. അവര് തന്നെ ഇന്റേൺഷിപ്പിന്റെ നോട്ടിഫിക്കേഷൻസ് അവരുടെ വെബ്സൈറ്റ് അല്ല അത് എന്തെങ്കിലും ഇറക്കാറുണ്ട്. സോ ഇഫ് യു വോണ്ട് ടു അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് വേറെ പുറത്ത് വിടുന്നത് അപ്പൊ അത് അങ്ങനെ കിട്ടും. ഇന്റേൺഷിപ്പ് ഇറ്റ്സ് വെരി എന്താ പറയാ നമ്മുടെ എക്സ്പീരിയൻസിനൊക്കെ ഭയങ്കര എന്താ ഇമ്പോർട്ടന്റ് ഫേസ് ആണത്. അങ്ങനെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അതുപോലെ കുറെ 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 എന്താ പറയാ നമുക്ക് ചാൻസസ് ഉണ്ട് നമ്മുടെ ചുറ്റും. അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും അത് വെച്ചിരിക്കും. കാരണം ഇപ്പം ഡൽഹിയിൽ അല്ലെങ്കിൽ തന്നെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ തന്നെയും എല്ലായിടത്തും കുറെ എന്താ പറയാ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ അറിയാതെ പോകുന്നത്. അപ്പം അതറിഞ്ഞ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ തന്നെ ചെയ്യുക. അതാണ് നമ്മുടെ എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ പറയാനുള്ളത്. വരെ ഞാൻ CVT പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. CVT പ്രിപ്പറേഷൻ ആയിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും അല്ലാതെ ചെയ്തിട്ടില്ല. പ്ലസ് ടു ലെവലിൽ തന്നെ പഠിച്ചു. ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പൊ ഫിസിക്സിന്റെ ആണെങ്കിൽ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഓരോ പ്രാവശ്യം വായിക്കുമ്പോൾ എനിക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. ഞാൻ തന്നെ ആലോചിക്കും ഇതന്നെയല്ലേ ഞാൻ നേരത്തെ വായിച്ചത്. പക്ഷെ ഓരോ കാര്യം നോട്ട് ഡൗൺ ചെയ്യുമ്പോഴും ലൈക്ക് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നേരത്തെ എന്താ പറയാ പഠിച്ചു വെച്ച കാര്യങ്ങളായിട്ട് ഒരു കണക്ടിവിറ്റി പോകുന്നുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് വെച്ചാൽ എന്താ പറയാ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഈവൻ നമ്മള് എത്ര അറിയാന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും വായിക്കുക. എസ്പെഷ്യലി ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എക്കണോമിക്സ് ആയിട്ട് വലിയ അറിയില്ല. ഫിസിക്സ് കെമിസ്ട്രി പറയുവാണ്. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് പോലും വിടാതെ ലൈക്ക് ഫുള്ളി എല്ലാം നന്നായിട്ട് പഠിക്കാം. അതുപോലെ NCERT എക്സംബ്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ടല്ലോ. അത് പഠിക്കുന്നത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം എനിക്കൊന്ന് ഫിസിക്സ് എക്സാമിനാന്ന് തോന്നുന്നു ഞാൻ എക്സാംപ്ലർ വായിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ
എക്സാംപ്ലറിൽ വന്ന പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഫിസിക്സ് എക്സാമിൽ ഞാൻ എഴുതിയ പേപ്പറിനകത്ത് ഞാൻ കണ്ടു. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാത്സ് പേപ്പറിലോട്ട് വരുവാണെങ്കിൽ മാത്സ് പേപ്പർ എളുപ്പമായിരുന്നു, പാടാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരുന്നു. സോ ചെയ്യാൻ പറ്റുന്ന കാര്യം കുറെ മോക്ക് ടെസ്റ്റ് എടുക്കുക, കുറെ എക്സാം എഴുതി നോക്കുക. കാരണം ഇപ്പം ഈ പ്രഷറിൽ നമ്മൾ കുറെ പൊട്ടത്തരം കാണിക്കുക, നമ്മൾ കുറെ മണ്ടത്തരം കാണിക്കുക, തെറ്റിക്കുക, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടല്ലോ, അങ്ങനെ വരാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരാം, അങ്ങനെയൊക്കെ കുറെ ചാൻസസ് ഉണ്ട്. അപ്പൊ കുറെ മോക്ക് ടെസ്റ്റ് ചെയ്യാം മാത്സിന്, എസ്പെഷ്യലി മാത്സിനുള്ള സമയം കിട്ടാത്ത. ഫിസിക്സ് കെമിസ്ട്രിക്കൊക്കെ അത്യാവശ്യം നല്ല സമയം കിട്ടും. മാത്സ് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ എന്താ പറയാ കുറെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഞാൻ എഴുതിയ പേപ്പറിൽ കുറെയൊക്കെ മറ്റേ ഏരിയ അണ്ടർ ദി ഗ്രാഫ് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കുറെ ചെയ്യുക, കുറെ മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ, നമ്മുടെ ഫുൾ മാർക്ക് അനലൈസ് ചെയ്യുക. നമ്മൾ എത്ര പ്രോഗ്രസ് വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ എവിടെയൊക്കെ തെറ്റിച്ചത്, ഏതാണ് നമ്മുടെ എന്താ പറയാ, എവിടെയാണ് നമുക്ക് മാർക്ക് പോകുന്നത്, എവിടെയാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്, മാർക്ക് പോകുന്നതിന്റെ അടുത്ത് നമ്മൾ എന്താണ് തെറ്റ് ചെയ്യുന്നത്, എല്ലാം അനലൈസ് ചെയ്ത് നോക്കുക. പിന്നെ പിന്നെ ഇംഗ്ലീഷ് പേപ്പർ അത്യാവശ്യം എളുപ്പമാണ്. കുറച്ച് ഗ്രാമർ അറിയാമെങ്കിൽ യു ക്യാൻ സ്കോർ ഇംഗ്ലീഷ് വെൽ. ഇംഗ്ലീഷ് കുഴപ്പമില്ല. കെമിസ്ട്രിയുടെ പിന്നെ വരുവാണെങ്കിൽ കെമിസ്ട്രി പി ബ്ലോക്ക്, അങ്ങനെ പി ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ അല്ലേ, അതൊക്കെ നന്നായിട്ട് ആ ഒരു ഓർഡർ ഒക്കെ വരുന്ന അനോമലീസ് പഠിക്കുക. ആ എന്താ പറയാ അറ്റോമിക് സൈസ്, അതിന്റെ ഒക്കെ ഓർഡർ വരുന്ന ആ സാധനങ്ങളൊക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അല്ലാതെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയൊക്കെ പറയാനുള്ള, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചു. കോളേജിന്റെ ഒരു ഹോൾ എക്സ്പീരിയൻസ് പറയാമോ? ആസ് എ വിമൻസ് കോളേജ്. വിമൻസ് കോളേജിലായിട്ട് എനിക്ക് ഫസ്റ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ ഈ OED പഠിച്ചിട്ട് പെട്ടെന്ന് വിമൻസ് കോളേജിൽ പോകുമ്പോഴത്തേക്ക് എന്തൊരു പ്രശ്നമുണ്ടാവോ എന്നൊക്കെ. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ, കുറച്ച് എംപവറിങ് ഫീൽ ഉണ്ട്. പിന്നെ കുറച്ച് ബോയ്സ് ഇല്ലാത്തതിന് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ കോളേജ് എക്സ്പീരിയൻസിലൊക്കെ എല്ലാം നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. വേറൊരു അതിന്റെ ഇടപെടാൻ നീ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയല്ല, അങ്ങനെ ഒരു സ്റ്റിഗ്മ ക്രിയേറ്റ് ചെയ്യാൻ ആൾക്കാർ വരാതെ നമ്മൾ തന്നെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ കൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫാക്ടർ ആയിട്ട് എനിക്ക് തോന്നി. അല്ലാതെ പിന്നെ കോളേജ് ആണെങ്കിലും നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. ഇപ്പം കോളേജിന്റെ ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് കുറെ ലോങ് ഉണ്ട്. അപ്പം എവിടെ ഇരിക്കുക, ലൈക്ക് ചിലർ കിടക്കും, ചിലർ ഇരിക്കും. ഭയങ്കര ഒരു ഫ്രീ അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് അങ്ങോട്ട് നോക്കണ്ട, ആരെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ കുറച്ചും കൂടെ ഭയങ്കര എന്തും ചെയ്യാം നമുക്ക്. എന്താ പറയാ, പ്രശ്നമാവോ, എന്തെങ്കിലും നോക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സെക്കൻഡ് ഗെസ്സിങ് ഒരു എന്താ പറയാ ഒരു സിനേറിയോ വരുന്നില്ല. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. It would be nice to know about the different opportunities after you got it and economics honors. എക്കണോമിക്സ് ഓണേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്. എക്കണോമിക്സ് ഓണേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് PG ആണ് നോക്കുന്നെങ്കിൽ PG നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറെ യൂണിവേഴ്സിറ്റി എല്ലായിടത്തും DU, JNU, ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഭയങ്കര എന്താ പറയാ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ആണ് എക്കണോമിക്സിന്, PGക്ക്, മാസ്റ്റേഴ്സിന്. അതുപോലെ തന്നെ ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒന്ന് കൊൽക്കത്തയിലുണ്ട്, ഒന്ന് ഡൽഹിയിൽ തന്നെയുണ്ട്. അതാണ് ടോപ്പസ്റ്റ്. സെക്കൻഡേ വരുന്നുള്ളൂ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. പിന്നെ അതുപോലെ IGDR, ഇന്ദിരാഗാന്ധി, ഒന്ന് മുംബൈ വരുന്നു. അതും അടിപൊളി കോളേജാണ്. JNU, ജാമിയ മില്ലിയ, ഇതൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി വിച്ച് ആർ ഓഫറിങ് മറ്റേ മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ്. അല്ലാണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കുന്നെങ്കിൽ മറ്റേ ബിസിനസ് അനാലിസിസ്, എക്കണോമിസ്റ്റ് ആവണമെങ്കിൽ യു ഷുഡ് ഹാവ് എന്താ പറയാ മാസ്റ്റേഴ്സ് ഡിഗ്രി. പിന്നെ പബ്ലിക് പോളിസി മേക്കിംഗ്, അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസ്, അതുപോലെയൊക്കെ അങ്ങനത്തെ ഉള്ള എന്താ പറയാ ഫീൽഡ്സിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് എക്കണോമിക്സ് ആയിരുന്നു കിട്ടുന്നത്. പിന്നെ നമ്മൾ എക്കണോമിക്സ് ഓണേഴ്സ് DU ഓഫർ ചെയ്യുന്ന എക്കണോമിക്സ് ഓണേഴ്സ് റിലൈസ് ഹെവിലി ഓൺ മാത്സ്. അപ്പം അത് കുറച്ച് പ്രശ്നമാണെങ്കിലും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ISIയുടെ തന്നെ എന്താ പറയാ എൻട്രൻസ് എക്സാം ഇപ്പം
UGയുടെ PGയുടെ എൻട്രൻസ് എഴുതുമ്പോഴത്തേക്കും ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ മാത്സ് കുറെ ഇതുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, ജാമിയ മില്ലിയില് മാത്സ് കമ്പൽസറി ആണെന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ജാമിയ മില്ലിയ അപ്ലൈ ചെയ്യണമെങ്കിൽ എക്കണോമിക്സ് കമ്പൽസറി ആണ്. +2 എക്കണോമിക്സ് പഠിക്കുന്ന കമ്പൽസറി ആണ്. മാത്സ് ആവാൻ ചാൻസ് ഇല്ല. DUല് എക്കണോമിക്സ് ഓണേഴ്സിന് മാത്സ് കമ്പൽസറി ആണ്. How did you prepare for CUET? What was your strategy? സ്ട്രാറ്റജി ആയിട്ടൊന്നുമില്ല. ഓക്കെ, CUET was based on like whole NCERT textbook. NCERT ഫുൾ സെറ്റ് ആക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. NCERT ആയിരുന്നു എന്റെ എല്ലാം 2 മാസത്തേക്ക്. ഫുൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് മതി, നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് വായിക്കുക, എക്സാംപ്ലർ റെഫർ ചെയ്യുക. അല്ലാണ്ട് കൂടുതലൊന്നും അതിനാവശ്യമില്ല. ഇപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും കൂടുതൽ ഇപ്പം ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ലെവൽ മതി ഫോർ യു ടു ആൻസർ എവറി ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ പോലും എന്റെ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പോലും ഹയർ ലെവലായിട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാം +2 NCERT ലെവലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്താ പറയാ, അത് എത്ര നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ആപ്ലിക്കേഷൻ ലെവൽ ആണല്ലോ. ഇപ്പൊ ഒരു സാധനം നോക്കിയിട്ട് നമുക്ക് കാണാപ്പാടല്ല, നമ്മൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഒരിക്കലും നമ്മൾ എന്താ വായിക്കുന്നതെന്നല്ല. അപ്പം ആപ്ലിക്കേഷൻ ലെവൽ ചെയ്യാനാണെങ്കിലും ഇതില് നമ്മൾ എത്ര മനസ്സിലാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ ലൈൻ വായിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, അങ്ങനെ നമ്മൾ ആലോചിച്ച് പോവാം. അങ്ങനെ എല്ലാം ഇങ്ങനെ എഴുതി വെച്ച് പിന്നെ റിവിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എല്ലാം മറക്കും. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പഠിച്ചതൊക്കെ മറക്കും. അപ്പൊ ഓരോ ദിവസം റിവൈസ് ചെയ്തോണ്ടിരിക്കുക, ഫുൾ റിവൈസ് ചെയ്തിട്ട് എക്സാമിന് ടെൻഷൻ അടിക്കാതിരിക്കുക, എക്സാമിന് ടെൻഷൻ അടിച്ചിട്ട് മിസ്റ്റേക്സ് വരുത്താതിരിക്കുക. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് കുറെ എഴുതുക. അതായിരുന്നു എന്റെ സ്ട്രാറ്റജി. CET കട്ട് ഓഫ് എത്രയായിരുന്നു 2000? CET കട്ട് ഓഫ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഒരു 600 ആയിരിക്കണം ഫസ്റ്റ്. ഞങ്ങൾ എഴുതിയ സമയത്ത് 600. ഇപ്പൊ ഐഡിയ എല്ലാരും അങ്ങോട്ടും മാർക്സ് വെച്ചാൽ അങ്ങോട്ട് പറയാറില്ല. 600 അപ്പോ അറ്റ്ലീസ്റ്റ്. ഇപ്പൊ എനിക്ക് ഐ ഹാഡ് റിസർവേഷൻ, എനിക്ക് OBC റിസർവേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് 600 എത്രയോ റേഞ്ച് ഉണ്ടായിരുന്നു. ജനറൽ കാറ്റഗറി ഐ എം നോട്ട് ഷുവർ. ജനറൽ കാറ്റഗറിക്ക് അത്യാവശ്യം നല്ല മാർക്ക് വേണം. ഐ മീൻ നല്ല പൊല്യൂഷൻ ആണ്, ഹെൽത്തിന് എല്ലാ തരത്തിലും കുറച്ചൊക്കെ ചാലഞ്ചിങ് ലൈഫ് ആണെങ്കിലും, പക്ഷെ ഇപ്പം നമ്മള് കുറച്ചൊരു നന്നായിട്ട് റെസ്പോൺസിബിൾ ആവാൻ പഠിക്കും. ഇപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ ഡൽഹി കഴിഞ്ഞ് നാട്ടിൽ പോയപ്പോ തന്നെ എനിക്ക് നല്ല മാറ്റമായിരുന്നു. മറ്റേത് ഫോൺ മറന്നു വെച്ചപ്പോ, ബാഗ് മറന്നു വെച്ചപ്പോ എല്ലാരും എന്താ പറയാ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഞാനിപ്പോ ഫോൺ സൂക്ഷിക്കും, ബാഗ് സൂക്ഷിക്കും, എന്റെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കും. നല്ലൊരു എന്താ പറയാ സ്റ്റുഡന്റ് ആയിട്ട് തിരിച്ചു പോകും. പിന്നെ നന്നായിട്ട് റെസ്പോൺസിബിൾ ആവും. പിന്നെ സ്വയം നോക്കാൻ പഠിക്കും, മണി മാനേജ് ചെയ്യാൻ പഠിക്കും. എല്ലാം വേറെ ഒരു വീട് വിട്ട് പോകുമ്പോഴെല്ലാം പഠിക്കുന്ന പോലെ തന്നെ. ഫസ്റ്റ് ഇയർ ഞങ്ങളെ പഠിപ്പിച്ചത് ജൂനിയർ ടീച്ചേഴ്സ് ആയിരുന്നു. ഞങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ നല്ലതാ, ഭയങ്കര ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ്. ഞങ്ങള് ഫസ്റ്റ് ഇയർ മാത്സ് പഠിപ്പിച്ച ടീച്ചർ പുള്ളിക്കാരിയും SRCCയിൽ പഠിച്ച് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ PG ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ക്വാളിഫൈഡ് ആണ്, കുറെ റിസർച്ച് പേപ്പർ എഴുതി, അതുപോലെ തന്നെ ബുക്കൊക്കെ ഓർഡർ ചെയ്ത ടീച്ചേഴ്സ് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മെറാൻഡയില് കോളേജ് ഡിപ്പെൻസ് ഓൺ കോളേജസ്. മെറാൻഡയിൽ ഞങ്ങൾക്ക് സാറ്റർഡേ വരെ ക്ലാസ്സസ് ഉണ്ട്. അറൌണ്ട് ടൈമിംഗ് കൃത്യമായിട്ട് 8:30 to 5 ആണ്. പക്ഷെ നമുക്കിപ്പം ഡെയിലി 4 ക്ലാസ്, 4 അല്ല, വേറെ നമുക്ക് 7 സബ്ജക്ട്സ് ഉണ്ടല്ലോ. ഇപ്പം വേറെ ഓപ്ഷണൽ അല്ല, കോറായിട്ട് 3 സബ്ജക്ട്, പിന്നെ ഒരു ജനറൽ ഇലക്ടീവ് എന്ന് പറഞ്ഞിട്ട്
4 ക്രെഡിറ്റിന്റെ തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ 2 ക്രെഡിറ്റിന്റെ ഒരു 3 സബ്ജക്ട്സ് ഉണ്ട്. EC, SCC അതുപോലെ തന്നെ VAC എന്ന് പറഞ്ഞിട്ട് 2 ക്രെഡിറ്റിന്റെ സബ്ജക്ട്സ് ആണ്. അപ്പൊ അതും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ച് ഹെക്ടിക് ആണ്. പക്ഷെ യു ക്യാൻ മാനേജ്. അധികം 2 ക്രെഡിറ്റിന്റെ അധികം എന്താ പറയാ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സസ് ആണ്. അതിന് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചില്ലെങ്കിൽ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേഡ്സിനെ നമ്മുടെ CGPA ബാധിക്കും. പക്ഷെ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഗ്രേഡ്സിന് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ക്ലാസ് ടൈംസ് ആർ ആക്ച്വലി ഫൺ. പക്ഷെ യു ഷുഡ് ഇന്ററാക്ട് വിത്ത് എവരി വൺ. ബിക്കോസ് എന്താ പറയാ ഞാൻ മോസ്റ്റ്ലി കണ്ടുവരുന്നത് മലയാളികളൊരു എല്ലാരും ഒരു ഗ്രൂപ്പായി മാറും. പിന്നെ ഗ്രൂപ്പില് പിന്നെ ഒരു അല്ലാതെ ക്രോസ് ഇന്ററാക്ഷൻ വരാറില്ല. അല്ലാതെ ഇഫ് യു എല്ലാരുമായിട്ട് ഇപ്പം നമുക്ക് ആക്ച്വലി നമുക്ക് കിട്ടിയേക്കുന്ന ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇന്ത്യയിലെ പല കോർണറിലുള്ള ആൾക്കാരോട് എന്താ പറയാ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണത്. ഇഫ് യു യൂട്ടിലൈസ് ഇറ്റ് വെൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാം. അവിടുത്തെ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ആൾക്കാർ ജീവിക്കുന്നത്, അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്, അവിടെ എന്തോ നടക്കുന്നത്, അതൊക്കെ നമ്മൾ ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എല്ലാരോടും സംസാരിക്കുവാണെങ്കിൽ ഗെറ്റ് ടു നോ ദാറ്റ്. ഹൗ ഇസ് സ്പോർട്സ് ഇൻ യു? ഞങ്ങളുടെ കോളേജില് സ്പോർട്സ് ഉണ്ട്. പക്ഷെ ഇറ്റ് ഈസ് ഫോർ പീപ്പിൾ ഹു സോറി ഇംഗ്ലീഷ് നേരത്തെ സ്കൂൾ ലെവൽ ജില്ലയിലൊക്കെ മത്സരിച്ചവർക്ക് മാത്രമായിട്ടാണ് പിന്നെ സ്പോർട്സ് നമ്മുടെ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഗാർഗി എടുത്ത് വെച്ചിട്ട് ഹൗ സ്പോർട്സ് ഉണ്ട് ഞാൻ ഗാർഗി എടുത്ത് പറഞ്ഞേക്കാം. അതല്ലേ ഞാനൊന്ന് വിശദമായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞേക്കാം. +2 എക്കണോമിക്സ് പോലെയാണോ ഡിഗ്രിക്ക്? അല്ല, +2 എക്കണോമിക്സ് പോലെ അല്ല ഡിഗ്രിക്ക്. ഫസ്റ്റ് എന്താ പറയാ ഫസ്റ്റ് ഇയർ നമുക്ക് ഓരോ സെമ്മിൽ 2 സെം ആയിട്ടാണല്ലോ ഒരു വർഷം. അപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് മൈക്രോ എക്കണോമിക്സ്, സെക്കൻഡ് സെമ്മിൽ നമുക്ക് മാക്രോ എക്കണോമിക്സ് ഇൻട്രൊഡക്ടറി. അതിന്റെ അകത്ത് എന്താ പറയാ +2ന്റെ കുറച്ച് +2 എക്കണോമിക്സിന്റെ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. പഠിച്ച കാര്യങ്ങളുടെ തന്നെ കുറച്ചും കൂടി ഒരു ഹയർ ലെവൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറിൽ വരുവാണെങ്കിൽ ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് മാക്രോ എക്കണോമിക്സ് +2ലെ ഒന്നുമല്ല, കുറച്ച് കഷ്ടപ്പെടണം. പക്ഷെ ഒന്ന് ശ്രമിക്കുവാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. പ്രശ്നമൊന്നുമില്ല. പഠിക്കണം, ഒന്നിരുന്ന് പഠിക്കണം. അങ്ങനെ ചെയ്യുന്നില്ല. ഹിന്ദി ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയോ? വന്നപ്പോ ഞാൻ ഫുൾ സൈൻ ലാംഗ്വേജ് ആയിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഹാജി ഓക്കെ ഭയ്യ എന്നൊക്കെ പറയും. കുഴപ്പമില്ല, അത്യാവശ്യം ജീവിക്കാൻ പഠിക്കും വന്നിട്ട്. ഹിന്ദി അല്ല കുഴപ്പമില്ല. നല്ല ചോദ്യം. പക്ഷെ എന്റെ കൂടെ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മിണ്ടാറില്ല. ആരും ഇല്ല, ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ പിന്നെ സംസാരിക്കും. കാരണം നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരും ഇല്ലല്ലോ സൈഡില്. കുഴപ്പമില്ല, അത്യാവശ്യം ഹിന്ദി പഠിക്കും. ഓരോ എന്താ പറയാ പ്രൊഫസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ചില പ്രൊഫസേഴ്സ് എത്ര പറഞ്ഞാലും ഹിന്ദിയിൽ മാത്രമേ എടുക്കുള്ളൂ. ചില പ്രൊഫസേഴ്സ് ഇംഗ്ലീഷിൽ എടുക്കും. ഇപ്പൊ ഞങ്ങളെ പഠിപ്പിക്കുന്ന കോർ ടീച്ചേഴ്സ് എല്ലാ കോർ ടീച്ചേഴ്സും ഇംഗ്ലീഷിലേ എടുക്കാറുള്ളൂ ക്ലാസ്. പക്ഷെ ബാക്കി വേറെ കോളേജിൽ ഞാൻ കേട്ടിട്ടുണ്ട് അവര് പറഞ്ഞാലും ഹിന്ദിയിൽ തന്നെ ക്ലാസ്സസ് എടുക്കൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷനോട് പോയി സംസാരിക്കുമ്പോൾ അവരും ഫുൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. നമ്മൾക്ക് ഹിന്ദി അറിയില്ലെന്ന് അറിയുമ്പോഴത്തേക്കും അവർ നമ്മളോട് പറയും എന്താ ഹിന്ദി രാഷ്ട്രഭാഷയല്ലേ, നിങ്ങൾ പഠിക്കണ്ടേ ഒക്കെ ചെയ്യും. കുറെ കോളേജസിലൊക്കെ ഹിന്ദി തന്നെയാണ് ചില ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങളോട് തന്നെ ഞങ്ങളുടെ ഒരു ജിയിൽ ഒരു ടീച്ചർ ഫുൾ ഹിന്ദിയിലായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി പറയും ക്ലാസ് കഴിഞ്ഞ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു തരാം എന്ന് പറയും. പക്ഷെ എന്നാലും ഹിന്ദിയിൽ തന്നെ എടുക്കുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലാവായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. Hi Amna, can I add something? ഹലോ, പറഞ്ഞാണ്. നമ്മൾ ആരോ സ്പോർട്സിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എനിക്ക് അറിയണ കാര്യം. സോ നിങ്ങൾക്ക് നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടോ സ്കൂളിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീജിയനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ
അങ്ങനെ ഏതെങ്കിലും കോമ്പറ്റീഷന് പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട യൂസ് ചെയ്തിട്ട് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ എല്ലാ കോളേജസിലും, മെയിൻ ആയിട്ടുള്ള എല്ലാ കോളേജസിലും, ഞങ്ങളുടെ കോളേജിലടക്കം സ്പോർട്സ് കോട്ടയ്ക്ക് വേണ്ടി ഇത്രയും സീറ്റ്സ് അലോട്ടഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൊണ്ട് സ്പോർട്സിന് മാത്രമല്ല മറ്റുള്ള എക്സ്ട്രാ കരിക്കുലർ ഏത് ആക്ടിവിറ്റിക്ക് ആണെങ്കിലും ഇത്രത്തോളം സീറ്റ്സ് റിസർവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട വഴി നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ അതിനു മുൻപ് ഒബ്വിയസ്ലി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ഇവിടെ വന്നിട്ട് അതിന് അതായത് നിങ്ങളുടെ അഡ്മിഷന് മുൻപ് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. നിങ്ങളത് നിങ്ങളുടെ ടാലന്റ് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട വഴി ഇവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങളിപ്പോ സ്പോർട്സ് കോട്ട വഴിയോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട വഴിയാണ് കയറിയതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിന് വേണ്ടിയിട്ട് പ്രതിനിധീകരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് സ്പോർട്സ് കോട്ട വഴിയല്ല നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്, ജനറൽ ആയിട്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോളേജ് ഓഫർ ചെയ്യുന്നത് എന്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ ചില സ്പോർട്സ് അവർ പറയുന്നുണ്ട് ഇത്രയെങ്കിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾ അതിൽ കോളേജ് അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം തരുള്ളൂ. അതായത് ഞാനിപ്പോ പറയണ പ്രാക്ടീസിനെ കുറിച്ച് പറയുമ്പോൾ വെറുതെ നമ്മൾ കളിക്കുന്നതല്ല, അത് എല്ലായിടത്തും പറ്റും. പക്ഷെ നിങ്ങൾക്ക് കോളേജിനെ റെപ്രസെന്റ് ചെയ്തിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ളത് കോളേജ് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ കോളേജിലും പറയുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഇവിടെ കാണാറുള്ളത് ടെന്നീസ്, ബാഡ്മിന്റൺ, അതുപോലെ തന്നെ വോളിബോൾ ഉണ്ട്. ഫുട്ബോൾ ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും ഉണ്ട്, നമ്മുടെ കോളേജിലില്ല. പിന്നെ അതേപോലെ തന്നെ ടേബിൾ ടെന്നീസ് ഉള്ള കോളേജസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട്, ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇതുണ്ട് ആർച്ചറി, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഇനി വേണമെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, യു ക്യാൻ കണ്ടിന്യൂ. ഗാർഗി, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, +1 +2 സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന്. അത് നിങ്ങളോട് പറയുന്നത് 10th +1, അതായത് ഞാൻ ആക്ച്വലി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. യെസ്, സ്പോർട്സ് അല്ലാതെ ഉള്ളതുണ്ട്. സർട്ടിഫിക്കറ്റ് വേണോന്ന് ചോദിച്ചാല് SPC NCC ഒക്കെ എടുക്കും കേട്ടോ. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് ഇപ്പൊ ആൻസർ ചെയ്യുന്നത്. NCC എടുക്കും, SPC എടുക്കില്ല, NSS എടുക്കും. യെസ്, അതുപോലെ തന്നെ നാഷണൽ ലെവൽ ക്വാളിഫൈ ആവുന്ന ഏതൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. NSS കോട്ടയുണ്ട്, സോറി NCC കോട്ടയുണ്ട്. NCC നമ്മുടെ കോളേജിലുണ്ട്, നിങ്ങൾക്ക് അതിനും ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഡാൻസിന് തന്നെ വെസ്റ്റേൺ, അതേപോലെ തന്നെ ക്ലാസിക്കൽ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രാമ സൊസൈറ്റി, ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതിനും നിങ്ങൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷ് ആയിട്ടും രണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്. പിന്നെ പാടുന്ന കാര്യമാണെങ്കിലും അതിനും വെസ്റ്റേൺ, അതുപോലെ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്, അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് കഴിവുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് വേറെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളോട് അവിടെ ചോദിക്കുന്നുണ്ടായിരിക്കും ഓപ്ഷൻ, നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളത്. അതിനവിടെ നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റ്സും അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് 10th 11th 12th തുടങ്ങിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി സ്പോർട്സിനെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? BA എക്കണോമിക്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. BA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അതുപോലെ ടീച്ചർ, പ്രൊഫസറായിട്ട് കയറാം. പക്ഷെ പ്രൊഫസറിന് DUയില് PhDയുടെ ക്രൈറ്റീരിയ ഇല്ലെങ്കിലും കുറെ PhD കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുള്ളത് വിൽ ബി വെരി ഹെൽപ്ഫുൾ PhD ഉണ്ടെങ്കിൽ. ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, അതുപോലെ ബാങ്കിങ്, സെയിൽസ് അനലിസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ്, അങ്ങനെ ഡേറ്റ അനാലിസിസ് ഒക്കെ അനലിസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BA എക്കണോമിക്സ് ആക്ച്വലി വെരി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ്. എക്കണോമിക്സ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. കുറെ ഓപ്പർച്യൂണിറ്റീസ് കുറെ ഉണ്ട്. പക്ഷെ BA എക്കണോമിക്സിന് പകരം ഒരു മാസ്റ്റേഴ്സും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര, മാസ്റ്റേഴ്സിനാണ് ആക്ച്വലി കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. നല്ലൊരു ഫീൽഡാണ്. ഇഫ് യു ഹാവ് മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, എക്കണോമിക്സിൽ ഒരു മാസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അടിപൊളി ഫീൽഡാണ്. അല്ലെങ്കിൽ എക്കണോമിക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് MBA ചെയ്യാം, അങ്ങനെ, അല്ലെങ്കിൽ സിവിൽ സർവീസ് എഴുതാം. അതാണ് നിങ്ങളുടെ പാഷനെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലൊക്കെ, അറ്റ്ലീസ്റ്റ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ്സ് നടക്കുന്നത് എക്കണോമിക്സിനാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലേസ്ഡ് ആവുന്നത് BA എക്കണോമിക്സ് ഓണേഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ട്. ഡയറക്റ്റ് എക്കണോമിക്സ് BA ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താ പറയാ ജോബിലോട്ട് കയറാനാണെങ്കിൽ
മിറാണ്ട ഹൗസ് എനിക്ക് തോന്നുന്നില്ല നല്ല പ്ലേസ് ആണ്. കാരണം നമുക്കൊരു ബികോം കോഴ്സ് ഓഫർ ചെയ്യുന്നില്ല. നമ്മുടെ കോളേജ് ഒരു ബികോം കോഴ്സ് ഓഫർ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് കമ്പനീസ് വരുന്നത് കുറവാണ്. എന്താ പ്ലേസ്മെന്റിന് വേണ്ടി കമ്പനീസ് വരുന്നത് കുറവാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ജോബിലോട്ട് കയറാനാണെങ്കിൽ ബികോം ഉള്ള കോളേജ് തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ ഞാൻ എത്ര സൊസൈറ്റീസിലുണ്ട്? 3 സൊസൈറ്റീസിലെന്തോ ഉള്ളൂ. വൺ ഓഫ് ദം ഇസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ. അതിന്റെ PR ഹെഡ് ആണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ ലൈക്ക് പറ്റി പറയുവാണെങ്കിൽ PR ഹെഡ് നന്നായിട്ട് പറയാം. ഓക്കെ. വേറെ നമ്മുടെ സോഷ്യൽ ഓർ എക്കണോമിക് എന്താ പറയുക ഒരു അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു സെല്ലാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന കാസ്റ്റ് പ്രോബ്ലം ആയാലും അതുപോലെ തന്നെ മൈനോറിറ്റീസ് നേരിടുന്ന പ്രോബ്ലംസ് ആയാലും അതിനെപ്പറ്റി ക്ലാസ്സസ് നടക്കുക, അതിനെപ്പറ്റി സെഷൻസ് നടത്തുക, അതുപോലെ തന്നെ അതിനെപ്പറ്റി പുറത്ത് ഒരു നോളജ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, അതിനെതിരെ എന്താ പറയാ മെഷേഴ്സ് എടുക്കുക. അങ്ങനെ ഒരു മൈനോറിറ്റീസിന് വേണ്ടിയുള്ള ഒരു സെല്ലാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ല്. അതിന്റെ കുറച്ച് നമ്മള് നടത്തിയ പ്രോഗ്രാം എന്നൊക്കെ നമ്മള് ഒരു ഗാസ ഇസ്രായേൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്ക് നമ്മള് വീഡിയോയുടെ ഫിലിം സ്ക്രീനിങ് സെഷൻ വെച്ചായിരുന്നു. ഒരു ഡോക്യുമെന്ററി ആയിരുന്നു അത്. ഇറ്റ് വാസ് 1987 ഇറങ്ങിയ ഒരു സിനിമയാണ്. ഒരു എന്താ പറയാ ഒരു പാലസ്തീനിയൻ റെഫ്യൂജി സിറിയയില് പെടുന്നതും അവിടുന്ന് ഈജിപ്തിലോട്ട് രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമത്തെ പറ്റിയൊരു എന്താ പറയുക ഒരു സെഷൻ ആയിരുന്നു. പിന്നെ ഒരു ബുക്ക് റീഡിംഗ് സെഷൻ വെച്ചായിരുന്നു. അംബേദ്കർ സാറിന്റെ ഒരു ബുക്ക് റീഡിംഗ് സെഷൻ വെച്ചായിരുന്നു. അങ്ങനെയുള്ള സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെൽ. പിന്നെ പിന്നെ ഞാൻ ഓൺടർപ്രണർഷിപ്പ് സെല്ലിന്റെ ഭാഗമാണ്. ഓൺടർപ്രണർഷിപ്പ് സെൽ അറിയാലോ, എല്ലാ എന്താ പറയാ എല്ലാ എക്കണോമിക്സ് പിള്ളേരെ ഓൺടർപ്രണർഷിപ്പ് സെല്ലിലുണ്ട്. നമ്മുടെ കോളേജിന് പറഞ്ഞല്ലോ ബികോം ഒരു കോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം MBA ഫീൽഡിലോട്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു സെല്ലാണ് ഓൺടർപ്രണർഷിപ്പ് സെല്ല്. കുറെ എന്താ പറയാ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ യു ഹാവ് എന്താ പറയാ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടു മേക്ക് ഇറ്റ് ഇപ്പോഴേ ടു മേക്ക് ഇറ്റ് അതിനെ ഒരു ടു മേക്ക് ഇറ്റ് ഇൻ സംതിങ് അവര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സീനിയേഴ്സ് ആണെങ്കിലും അതിനാണെങ്കിലും ആൾക്കാരെ കണ്ടുപിടിച്ച് അതിനെ ബിസിനസ് ഐഡിയനെ ഒരു എന്താ പറയുക നന്നായിട്ട് ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ MBA പ്രിപ്പറേഷൻ അതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെല്ലാണ് ഓൺടർപ്രണർഷിപ്പ് സെൽ. ഓൺടർപ്രണർഷിപ്പ് സെൽ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം IIM ഇൻഡോറിലൊരു അവരുടെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് കുറെ പേര് പോയായിരുന്നു. ഇവിടെ സെല്ല് തന്നെ കൊണ്ടുവന്നാണ്. കോളേജായിട്ട് പേ ചെയ്തില്ല, സെല്ല് തന്നെ സെല്ലിന്റെ എന്താ പറയാ ട്രഷറിന്ന് പേ ചെയ്ത് കൊണ്ടുവരുന്നതാണ്. പിന്നെ പാർട്ട് ഓഫ് ബുക്ക് ക്ലബ്. അത് ഒരു ഓപ്പൺ സെല്ലാണ്. പോയസസ് എന്ന് പറയും. എല്ലാവർക്കും ജോയിൻ ചെയ്യാം. എല്ലാരും ഇങ്ങനെ ബുക്ക് ഡിസ്കഷൻ നടത്തും. സൊസൈറ്റിയിൽ നമുക്ക് കുറെ എന്താ പറയാ ഗൂഗിൾ ഫോം, ഓരോ സൊസൈറ്റീസും അവരവരുടെ ഗൂഗിൾ ഫോം പുറത്തിറക്കും. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചില സൊസൈറ്റീസിന് ഇന്റർവ്യൂസ് ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്ത് ഇതിൽ സെലക്ട്, അല്ലെങ്കിൽ ചില സൊസൈറ്റി ഓപ്പൺ സൊസൈറ്റീസ് ആണ്. നമുക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത ഉടനെ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയക്കും, നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ അപ്പം എല്ലാത്തിന്റെയും ഫോം അത്യാവശ്യം ഒരേ സമയത്താണ് ഇറങ്ങുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഏതാ വേണ്ടേ എന്നൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറെ കിടക്കുമ്പോഴത്തേക്കും എല്ലാവരും ഡെഡ് ലൈൻ ഇല്ല, നമ്മൾ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യത്തില്ല. ബെറ്റർ ഫോർ ജോബ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ എന്ത് എക്കണോമിക്സിനെ പറയുള്ളൂ. പക്ഷെ ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് എല്ലാത്തിലും ഇറ്റ് ഡിപ്പെൻസ് ടു ബി ഓണസ്റ്റ്. ഏത് സെക്ടറിലാ പണി, എന്താ ചെയ്യണ്ടേ കാലേക്കാണെങ്കിൽ
പക്ഷെ എക്കണോമിക്സിൽ ഞാൻ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് ചെയ്ത് എക്കണോമിക്സ് ആ ഒരു ഇതിലാണ് നിങ്ങൾക്ക് ജോബ് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്താലേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ ഒരു എന്താ പറയാ ഈ ഒരു ടൈമിൽ എല്ലാത്തിനും BA ഇസ് നോട്ട് എനഫ്. ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും രണ്ടിലും മാസ്റ്റേഴ്സ് ചെയ്തിട്ട് രണ്ടും നല്ല എന്താ പറയാ നല്ല നല്ല ഡിഗ്രീസ് ആണ്. Okay, then we are wrapping up the session. So, first of all, thank you, Amina. Thank you for joining us, sharing your experience with all of us. And thank you for all the students who joined the meeting and stayed till now. So, നമ്മള് നമ്മുടെ സെഷൻ റാപ്പപ്പ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ വേറൊരു യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ആൻഡ് once again, thank you, Amina. Thank you so much. Thank you.